ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പൈനാപ്പിൾ ബിയറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെറും 48 മണിക്കൂറും 4 കൂട്ടം സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ഫ്രൂട്ട് ബിയറാണ്. പിന്നെ ഈ ഒരു പൈനാപ്പിൾ ബിയർ തയ്യാറാക്കിയതിന് ശേഷം ഞാൻ ആദ്യം തന്നെ പപ്പയ്ക്കാണ് കൊടുത്തു നോക്കിയത്. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ഐറ്റം, നല്ല സാധനം. പൈനാപ്പിൾ ആണെന്ന് പറയില്ല, പൈനാപ്പിൾ ആണെന്ന് ബിയറിന്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ബിയറിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ, അടിപൊളി. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ തന്നെ ഈ ഒരു പൈനാപ്പിൾ ബിയർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നന്നായി പഴുത്ത പൈനാപ്പിളാണ്. ഞാനിവിടെ അത്യാവശ്യം വലിയ ഒരു പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ബിയർ തയ്യാറാക്കാൻ വേണ്ടി നല്ലവണ്ണം പഴുത്ത പൈനാപ്പിൾ വേണം കേട്ടോ എടുക്കാൻ. ഇതിപ്പോൾ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഈ പൈനാപ്പിൾ എല്ലാം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു മിക്സി ജാറിലിട്ട് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ പൈനാപ്പിളൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ കൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം മതി കേട്ടോ ബിയർ തയ്യാറാക്കാൻ. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ അരിച്ച് പൈനാപ്പിളിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൈനാപ്പിൾ പീസസും ഇതേപോലെ അരച്ചതിന് ശേഷം അരിച്ച് ജ്യൂസാക്കി മാറ്റിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ 2 ട്രിപ്പായിട്ട് നമ്മൾ അരച്ചെടുത്ത ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസാണ്. ഇതേപോലെ നല്ല ക്ലിയർ ജ്യൂസായിട്ട് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകുമാണ് കേട്ടോ. ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത ഇഞ്ചിയും പച്ചമുളകും മിക്സി ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൈനാപ്പിളിൻ്റെ ജ്യൂസ് അരിച്ചെടുത്തതുപോലെ ഇതും ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ആ ഒരു നീര് മാത്രമായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ആ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഇല്ലേ, അതിലേക്ക് ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഈ നീര് കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബിയർ ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ഡ്രൈ ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കണം. ഗ്രാമ്പു ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഈ ഗ്രാമ്പു കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ പൈനാപ്പിൾ ബിയറിനുള്ള ആ ഒരു കൂട്ട് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഈ കൂട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകി ഉണങ്ങിയതിന് ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 1 ലിറ്ററിൻ്റെ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്.
പിന്നെ ഇതേപോലെ ബിയർ തയ്യാറാക്കാൻ വേണ്ടി ഇതേപോലെ ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതുപോലൊരു ഫണൽ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ജ്യൂസ് മുഴുവനായിട്ട് ഈ ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ജ്യൂസ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഒന്ന് എല്ലാം നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ കാണാൻ അതിൻ്റെ മുകളിൽ പതഞ്ഞ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഗ്യാസ് ഫോമായി വന്നിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഇനിയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്. നമ്മളിതൊരു 48 മണിക്കൂർ ഇതേപോലെ തന്നെ മാറ്റി വെക്കണം. 24 മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ 48 മണിക്കൂർ ഇത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും. നമ്മളിതിലേക്ക് ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ 48 മണിക്കൂർ ഇരിക്കുമ്പോൾ ഇതിൽ 2 പ്രോഡക്റ്റ്സ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് ആൽക്കഹോളും 2 കാർബൺ ഡയോക്സൈഡും. അപ്പോൾ ഇതിലുണ്ടാകുന്ന ആ ഒരു കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളഞ്ഞില്ലെങ്കിൽ ഈ ബോട്ടിൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് അടച്ചു വെക്കാതെ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതിന് മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ. ഒരു കവർ കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ റാപ്പ് ചെയ്ത് ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി വെച്ചാൽ മതി. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 48 മണിക്കൂർ ഇതുപോലെ തന്നെ ഒന്ന് മാറ്റി വെക്കാം. ഇതായത് ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ഏകദേശം 48 മണിക്കൂറായിട്ടുണ്ട്. ഇതിന് മുകളിൽ റാപ്പ് ചെയ്ത ഒരു കവറൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കവർ നിറയെ ഫോം ചെയ്ത ഒരു കാർബൺ ഡയോക്സൈഡാണ്. ഏകദേശം 24 മണിക്കൂർ ആയപ്പോൾ തന്നെ ഈ കവർ ഇതുപോലെ വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 24 മണിക്കൂർ വെച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതിപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചില്ലുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റാപ്പ് ചെയ്തിരുന്ന ഒരു കവർ മാറ്റി അടപ്പ് കൊണ്ട് അടച്ച് നന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം. നമ്മളിത് കുടിക്കുന്നതിന് മുമ്പായിട്ട് അടച്ചു വെച്ച് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെറും 48 മണിക്കൂറും കൊണ്ട് നല്ല പെർഫെക്റ്റ് പൈനാപ്പിൾ ബിയർ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ബോട്ടിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടെന്ന്. അതായത് ഇതിന് മുകളിലായിട്ട് പതഞ്ഞ് പൊങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ. മാത്രമല്ല ഇത് ടേസ്റ്റ് ചെയ്താൽ നമ്മളിതിൽ പൈനാപ്പിൾ ചേർത്തിട്ടുള്ള ഒരു ബിയർ ആണെന്ന് മനസ്സിലാകത്തേയില്ല. എങ്ങനെയുണ്ട്? അടിപൊളി സാധനമാണല്ലോ. ഇത് പൈനാപ്പിൾ ബിയറാണെന്ന് പറയത്തില്ലല്ലോ. ഇല്ലേ? എങ്ങനെയുണ്ട് ഇത്? അടിപൊളി, നല്ല ഐറ്റം, നല്ല സാധനം. പൈനാപ്പിൾ ആണെന്ന് പറയില്ല. പൈനാപ്പിൾ ആണെന്ന് ബിയറിന്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ബിയറിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ അടിപൊളി. എന്നാ കുടിച്ചോ. ബിയറിന്റെ ഒരു എഫക്റ്റ് ഉണ്ടോ? ബിയറൊക്കെ കുടിക്കുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ട് നാക്കില്. അതെ, നാക്കിലൊരു ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും തന്നെ പൈനാപ്പിൾ വെച്ച് ഇതുപോലൊരു ബിയർ തയ്യാറാക്കി നോക്കിയതിനു ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.